ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് പ്രേമലു എന്ന സിനിമയുടെ 9ാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ശനിയാഴ്ച ദിവസമാണ് നമ്മുടെ ബോക്സ് ഓഫീസിൽ. ചിത്രത്തിന്റെ 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ, ഇന്നത്തെ സിനിമയുടെ ട്രാക്കിംഗ്, കളക്ഷൻ റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം ഒഴികെ ഒരൊറ്റ ദിവസം പോലും 1 കോടിയിൽ നിന്നും താഴേക്ക് പോകാത്ത കഴിഞ്ഞ 9 ദിവസങ്ങളിലും തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് മുന്നേറുന്ന സിനിമയ്ക്ക് ഇന്ന് 9ാം ദിവസം ചിത്രത്തിന്റെ രണ്ടാമത്തെ ശനിയാഴ്ച ദിവസം ഇന്നലത്തേക്കാൾ വമ്പൻ കളക്ഷൻ വർധനയാണ് കേരള ബോക്സ് ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 82 ലക്ഷത്തോളം രൂപയായിരുന്നു കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 1,42,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഒരു വർധനയാണ് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്നലെ 1,90,00,000 കേരള ഗ്രോസ് എങ്കിൽ ഇന്നത് 2.5 കോടി രൂപയ്ക്ക് മുകളിൽ എന്തായാലും ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. 3 കോടിക്കടുത്തേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു. അങ്ങനെയെങ്കിൽ വെറും 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 18 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനും ലോകമെമ്പാട് നിന്നും 28-29 കോടി റേഞ്ചിലെ ഗ്രോസ് കളക്ഷനും സിനിമ നേടിയെടുക്കുന്നതാണ്. ആകെ മൊത്തത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇനി 50 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും സജീവമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് നാം വീഡിയോ ചെയ്തപ്പോൾ അന്നത് സിനിമയ്ക്ക് ഈസി ടാസ്ക് എന്നാണ് നാം കരുതിയത്. എന്നാൽ ഇപ്പോഴത്തെ സിനിമയ്ക്ക് കടുത്ത പോരാട്ടമാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിലും ലോകമെമ്പാടും എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. തൊട്ടപ്പുറത്ത് ഭ്രമയുഗമുണ്ട്. ഇനി ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നാളെ ഞായറാഴ്ചയോടെ 30-33 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ 40 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും. അതിനുമപ്പുറം 50 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്ന് ചോദിച്ചാൽ നിലവിൽ 50-50 സാധ്യതയാണ് നാം കാണുന്നത്. എന്തായാലും നേടിയെടുക്കട്ടെ, മോളിവുഡിന് അടുത്ത 50 കോടി പിറക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്ത്? കൂടുതൽ പ്രേമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.